വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു ജനുവരി 30 അല്ലേ? അപ്പോൾ എല്ലാവരും അപ്ലൈ ഉണ്ടാവും വിചാരിക്കുന്നത്. അപ്പോൾ അതിൽ എത്ര പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവാം. അതിന് മുന്നേ ഇപ്പൊ നിങ്ങൾ എല്ലാവരും എന്താ പറയുക, റെയിൽവേയുടെ ട്രെൻഡിനൊപ്പം ആയിരിക്കുമല്ലോ. അതായത് RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നു, അതേപോലെ എക്സാം കലണ്ടർ വന്നു, ടെക്നീഷ്യൻ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരുന്നുണ്ടാവും. അതുകൂടാണ്ട് RRBയുടെ ടോട്ടൽ കലണ്ടർ വന്നു. അതിൽ ഒക്കെ ഏറ്റവും അവസാനമാണ് നല്ല രീതിയിലൊക്കെ നിങ്ങൾ എന്താ കുറെ പേര് ഡെസ്പൊക്കെ അടിച്ചിട്ടൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. പക്ഷേ ഇവ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെയിൽവേന്റെ കൃത്യമായിട്ടൊരു സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ടൈം പിന്നെ സ്റ്റഡി അല്ലെങ്കിൽ ഒരു ടൈം ടേബിൾ പുറത്തിറക്കി. അപ്പൊ അത് കൃത്യമായിട്ട് അവരത് ഫോളോ ചെയ്യുന്നുണ്ടാവും. കുറെ പേര് പറഞ്ഞ ALPയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാവുന്നത്. അപ്പൊ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ ഓരോ പേര് എക്സാം ഡേറ്റ് വരട്ടെ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം ഡേറ്റ് എല്ലാം വന്നു. ഇനി നിങ്ങളുടെ ടേൺ ആണ്. മാക്സിമം എഫേർട്ട് എടുക്കുക. അതുപോലെ വേക്കൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എന്ത് വേക്കൻസീസ് ഒക്കെ ഉണ്ട്, ഇഷ്ടംപോലെ വേക്കൻസീസ് ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ഒരു വേക്കൻസി മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ അല്ലേ? അപ്പൊ അതിലേക്ക് വേണ്ടിയിട്ട് എന്ത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാം. അല്ലാതെ വേക്കൻസി കുറവാണ്, അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ ഇനി ഇപ്പൊ അടുത്ത എക്സാമിന് പഠിക്കാം ഉള്ള രീതിയിലൊക്കെ മൈൻഡ് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനില്ല. ഓക്കെ, ഓരോ നിമിഷവും എന്താ വിലപ്പെട്ട തന്നെയാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താ നിങ്ങൾ മാക്സിമം എഫേർട്ട് എടുക്കുക. ഓക്കെ, സമയം ഒരിക്കലും എന്താ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടൂല. വയസ്സ് കൂടി വരുവാണ് അല്ലെ? എത്രയും പെട്ടെന്ന് ഒരു സർക്കാർ സർവീസിൽ കയറാനാണ് നിങ്ങളുടെ എയിം എന്നുണ്ടെങ്കിൽ ഏത് ജോലിയാണെങ്കിലും ആവട്ടെ, അതിൽ നിങ്ങൾ കയറുക. പിന്നെ എന്താ അതിനുശേഷം നിങ്ങളുടെ എന്താ ടാർഗറ്റിലേക്ക്, നിങ്ങളുടെ എയിമിലേക്ക് നിങ്ങൾക്ക് എത്തുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്താ മാക്സിമം എഫേർട്ട് കരക്കെടുക്കുക. റെയിൽവേ എന്താ കൃത്യമായിട്ട് സ്റ്റഡി പ്ലാൻ, സോറി കൃത്യമായിട്ട് ഒരു ടൈം ടേബിൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് എന്താ റെയിൽവേ അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. അതേപോലെ നിങ്ങൾ ട്രേഡ്സ്മാൻ ഇലക്ട്രിക്കൽ ആണെങ്കിൽ അതിന്റെ എന്താ ഇപ്പം കൺഫർമേഷൻ കൊടുക്കാനുള്ള ടൈം തോന്നുന്നു അല്ലെ? അപ്പൊ കൺഫർമേഷൻ കൊടുക്കാത്തവരെ കൺഫർമേഷൻ കൊടുക്കുക. എക്സാം ഉണ്ട്, ഏപ്രിലിൽ വരുന്നുണ്ടല്ലേ? ഓക്കെ, അപ്പൊ എല്ലാവരും മാക്സിമം എഫേർട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുള്ളത്? 2.91 ലക്ഷം പേരാണ് ടോട്ടലായിട്ട് അപ്ലൈ ചെയ്തേക്കുന്നത്. 34 ട്രേഡുകളിലായിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇലക്ട്രിക്കലിന്റെ കേസിൽ വയർമാൻ ഇലക്ട്രീഷ്യൻ മാത്രമേ ഉള്ള രണ്ടിലേക്ക് നമുക്ക് പോകാം. വെറുതെ നമ്മള് കൂടുതലായിട്ട് പറഞ്ഞു വരുന്നില്ല. അപ്പൊ കൂടുതലായിട്ട് കാണണമെന്നില്ലെങ്കിൽ എന്താ നമ്മൾ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്നുള്ള ചാനലിലേക്ക് പോവാം. അപ്പൊ അതിൽ എന്താ കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതില് ഇലക്ട്രീഷ്യൻ 672/2023 9166 പേരും, വയർമാൻ 673/2023 6575 പേരാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, കമ്പാരിറ്റീവ്ലി നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്താ കുറവാണെന്നുള്ള രീതിയിൽ നമുക്ക് അവിടെ പറയാൻ വേണ്ടി പറ്റും അല്ലെ? 9166 വരും. വയർമാന്റെ കേസിൽ എത്ര? 6575 വരും. അത്ര പേര് മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോ ഓക്കെ, കമ്പാരിറ്റീവ്ലി ഒരു അപ്ലിക്കേഷൻ നമ്പേഴ്സിന്റെ കുറവാണെന്നുള്ള രീതിയിൽ പറയാം. ഓക്കെ, അപ്പൊ അത് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞ പോസ്റ്റ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല. ഓക്കെ, അപ്പോ ജസ്റ്റ് ഒന്ന് ഇൻഫോം ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ മാക്സിമം എഫേർട്ട് എടുക്കുക. ഇതിന്റെ എനിക്കൊന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു ടൈം സ്പാനിലാണല്ലോ തോന്നുന്നു എക്സാം. അപ്പൊ എല്ലാവരും മാക്സിമം എഫേർട്ട് എടുക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ നമുക്കിവിടെ ഫൈൻഡ് അപ്പ്. ഓക്കെ, താങ്ക് യു.